നമസ്കാരം. ഇറാൻ കത്തിജ്വലിക്കുന്ന തീയാണ്. ആ തീയെ വെറുതെ ആളിക്കത്തിക്കാൻ ഇറങ്ങിത്തിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ ഈ ആളിക്കത്തൽ നടപടിക്കെതിരെ താക്കീതും, അതായത് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇറാൻ. കഴിഞ്ഞ 4 മാസമായി വെനിസ്വേലയുടെ പ്രസിഡന്റായ നിക്കോളാസ് മഡൂറോയെ അധികാരഭ്രഷ്ടനാക്കാൻ പെടാപ്പാടുപെടുന്ന യുഎസിനെതിരെ ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. വെനിസ്വേലയുടെ ഒരു എണ്ണക്കപ്പൽ വെനിസ്വേലൻ തീരത്തു നിന്നും ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ എന്ന രാജ്യത്തിന്റെ സർക്കാരിന്റെ സഹായത്തോടെ യുഎസ് പിടിച്ചെടുത്തിരുന്നു. ഇതിനെതിരെയാണ് ഇറാൻ രംഗത്ത് വന്നത്. ഇറാന്റെ വിദേശകാര്യ വക്താവ് ഇസ്മയിൽ ബാഗോയ ഹമാനാണ് അമേരിക്കയും ട്രംപിനും എതിരെ താക്കീതുമായി രംഗത്തെത്തിയത്. ഇതോടെ വെനിസ്വേലയുടെ യുഎസ് യുദ്ധത്തിന് പുതിയ രാഷ്ട്രീയ മാനം കൂടി കൈവന്നിരിക്കുകയാണ്. ഇറാൻ അമേരിക്കയ്ക്കെതിരെ ആഞ്ഞടിച്ചതിന് പിന്നിൽ ചൈനയും റഷ്യയും നൽകിയ പിന്തുണയാണ് എന്നത് പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. നേരിട്ട് റഷ്യയോ ചൈനയോ രംഗത്തിറങ്ങാതെ അവരുടെ സഖ്യശക്തിയായ ഇറാനെ ഈ യുദ്ധത്തിൽ ഇടപെടിക്കുന്നതിന് പിന്നിൽ വ്യക്തമായ ലക്ഷ്യമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഇതോടെ വെനിസ്വേലയെ ആക്രമിക്കുക എന്നത് യുഎസിന്റെ കൈ പൊള്ളുന്ന നടപടിയായേക്കുമെന്നാണ് കരുതപ്പെടുന്നതും അല്ലെങ്കിൽ വിലയിരുത്തപ്പെടുന്നതും. ഇനി വെനിസ്വേലയെ കുറിച്ച് പറഞ്ഞാൽ, ലോകത്തിലെ ഏറ്റവും അധികം എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം കൂടിയാണ് ഇത്. ദിവസേന 300 കോടി ബാരൽ എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ ഇവിടുത്തെ എണ്ണപ്പാടങ്ങൾക്ക് ശേഷിയുണ്ട്. ഇവിടുത്തെ എണ്ണപ്പാടങ്ങളിൽ നല്ലൊരു ശതമാനവും നിക്ഷേപം നടത്തിയത് രാജ്യങ്ങളാണ്. പുടിന്റെ റഷ്യയും ഷീ ജിൻപിങ്ങിന്റെ ചൈനയും. അതുകൊണ്ട് തന്നെ നിക്കോളാസ് മഡൂറോയെ വീഴ്ത്തുന്നതിന് റഷ്യയും ചൈനയും ഏതു വിധേനയും തടയിടുമെന്നും കരുതുന്നു. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ എന്ന രാജ്യത്തിന്റെ സഹായത്തോടെ അമേരിക്ക പിടിച്ചെടുത്ത വെനിസ്വേലയുടെ സ്കിപ്പർ എന്ന പേരിലുള്ള എണ്ണക്കപ്പലിൽ ഏകദേശം 20 ലക്ഷം ബാരൽ എണ്ണ ഉണ്ടായിരുന്നതായാണ് റിപ്പോർട്ട്. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ വിമാനത്താവളം ഉപയോഗിച്ചാണ് യുഎസ് യുദ്ധവിമാനം വെനിസ്വേലയുടെ എണ്ണക്കപ്പൽ പിടിച്ചെടുത്തത്. യുദ്ധവിമാനങ്ങളിൽ നിന്നും നേരിട്ട് ഈ എണ്ണക്കപ്പലിലേക്ക് അമേരിക്കൻ പട്ടാളക്കാർ ഇറങ്ങിയാണ് കപ്പൽ പിടിച്ചെടുത്തത്. യുഎസിനൊപ്പം ചേർന്ന് തങ്ങളുടെ എണ്ണക്കപ്പൽ പിടിച്ചെടുത്തതിന് വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ സർക്കാരിനെ വിമർശിച്ചിട്ടുണ്ട്. ഇത് പകൽ കൊള്ളയാണെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾക്കെതിരായ നടപടിയാണെന്നും മഡൂറോ കുറ്റപ്പെടുത്തുന്നു. ഇതിനെതിരെയുള്ള ശിക്ഷയായി ട്രിനിഡാഡ് ഇനി ഗ്യാസ് നൽകില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മഡൂറോ. സ്ഥാനമൊഴിയാൻ അമേരിക്ക നിരന്തരം മഡൂറോയെ ആവശ്യപ്പെടുന്നുവെങ്കിലും അദ്ദേഹം അത് കണക്കിലെടുക്കുന്നില്ല. 2013 മുതൽ വെനിസ്വേലയുടെ പ്രസിഡന്റായ മഡൂറോ ജനപ്രിയനായ നേതാവാണ്. പൊതുവെ അമേരിക്ക വിരുദ്ധരാണ് വെനിസ്വേലയുടെ ജനങ്ങൾ. അമേരിക്കൻ പട്ടാളക്കാരെ നേരിടാൻ തോക്കുകളും ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയാണ്. മുമ്പത്തേതിനേക്കാൾ മഡൂറോയുടെ ജനപിന്തുണ വർദ്ധിക്കുകയാണ് നാൾക്കുനാൾ. അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കടത്തുന്ന ലഹരി കച്ചവട സംഘങ്ങളെ നിയന്ത്രിക്കുന്നത് വെനിസ്വേലയിലെ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയാണെന്ന് കുറ്റപ്പെടുത്തിയ ശേഷം കഴിഞ്ഞ 4 മാസമായി ട്രംപ് അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കാനുള്ള ശ്രമത്തിലാണ്. ഇതിനായി വെനിസ്വേലയ്ക്ക് മുന്നിലെ കരീബിയൻ കടലിൽ അമേരിക്കയുടെ 7 യുദ്ധക്കപ്പലുകൾ ഏതു സമയത്തും വെനിസ്വേലയെ ആക്രമിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. യുദ്ധവിമാനങ്ങളും ഏതു സമയത്തും വെനിസ്വേലയെ ആക്രമിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഏതായാലും മഡൂറോയെ സ്ഥാനഭ്രഷ്ടനാക്കിയാൽ ചൈനയെയും റഷ്യയെയും ദുർബലപ്പെടുത്താൻ സാധിക്കുമെന്ന യൂറോപ്യൻ രാജ്യങ്ങളും ട്രംപ് ചേർന്നൊരുക്കിയ ഗൂഢപദ്ധതിയുടെ ഭാഗമായെന്നും യുഎസ് വെനിസ്വേലയെ ആക്രമിക്കാൻ ഒരുമ്പെടുന്നത്. മഡൂറോയുടെ മയക്കുമരുന്ന് ശൃംഖലകൾ വെനിസ്വേലയെ ഭരിക്കുന്നുവെന്നും അവർ മയക്കുമരുന്ന് കടത്തി അമേരിക്കയെ നശിപ്പിക്കുന്നു എന്നും മറ്റും ആരോപിച്ചായിരുന്നു കടലിൽ അമേരിക്കയുടെ 7 യുദ്ധക്കപ്പലുകളെ വെനിസ്വേലയെ ആക്രമിക്കാൻ കരീബിയൻ കടലിൽ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. എങ്കിൽ മഡൂറോയെ സ്ഥാനഭ്രഷ്ടനാക്കാൻ ട്രംപിന്റെ യുദ്ധം അത്ര എളുപ്പമാവില്ല. ട്രംപിന്റെ ഒരു പണിയും മഡൂറോയ്ക്ക് ചെലവാകില്ല എന്നത് തന്നെയാണ് വാസ്തവം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച